السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وآل كلهم والصحابة أجمعين، أما بعد. فاللهم اغفر لنا ولوالدينا ولمشايخنا ولمصنف هذا الكتاب ولوالديه ولمشايخه ولأقاربه ولأحبابه ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. സ്നേഹാദരവുകളുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട പ്രവർത്തകർ, സഹപ്രവർത്തകർ, സ്നേഹനിധികളായ മുതഅല്ലിമുകൾ, ഒരുപാട് മുതഅല്ലിമുകൾ ഇവിടെ ഉണ്ടാകും. റഹ്മാനായ അല്ലാഹു അവന്റെ മഹ്ബായ ഫضل കൊണ്ട് അവന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിപ്രധാനമായ സമയമാണ് നമ്മുടെ ഓരോ സമയങ്ങളും. ഇന്ന് ക്ലാസിന്റെ ടൈമിന് ഒരാൾ മറന്നുപോയത് അല്ല, പുറത്ത് ഒന്ന് പോകേണ്ടതുണ്ടായിരുന്നു. പുറത്ത് പോയി വന്ന് പിന്നെ കുറച്ച് ചില്ലറ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിലേക്കൊന്ന് ഫോണൊക്കെ ചെയ്തു. നാട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കേണ്ട പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചു, സമയം പോയി. പിന്നെ നെറ്റ് ഉണ്ടായത് കൊണ്ട് ഫോണിന് കൂടുതൽ പൈസ ചെലവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ച് നീണ്ട് സംസാരിക്കുകയും ചെയ്തു പോകും. അങ്ങനെ ഏതായിരുന്നാലും ക്ലാസിന്റെ ടൈം കഴിഞ്ഞു. എങ്കിലും ഷെഡ്യൂൾ അനുസരിച്ചുള്ള മറ്റ് പരിപാടികളൊന്നും ഇവിടെ കാണാത്തത് കൊണ്ടാണ് റൈസാൻഡ് ചെയ്തത്. ഷെഡ്യൂൾ അനുസരിച്ച് മറ്റു ഉസ്താദ്മാരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അബി റബീഹി എന്ന ഐഡിയുള്ളത് മറ്റേ നമ്മുടെ ഉസ്താദല്ലല്ലോ, മദനി ഉസ്താദല്ലല്ലോ, അരിമ്പ്ര ദാരിമി ഉസ്താദാ. ഒരു അരിമ്പ്ര ഒരു ദാരിമി ഉസ്താദ് ഉണ്ടായിരുന്നു, നമ്മൾ എടക്കഴിയൊരു പള്ളിയിൽ ഖത്തീബായിട്ടുണ്ടായിരുന്നത്. അരിമ്പ്ര ദാരിമി ഉസ്താദാണോ? അരിമ്പ്ര ദാരിമി ഉസ്താദ് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആളാണോ? ദാരിമി ഉസ്താദാണോ? അരിമ്പ്ര എന്ന ഐഡിയിൽ വന്നിട്ടുള്ള ആള് അബൂ റബീഹ് റൈസാൻഡ് നേരത്തെ ചെയ്തിരുന്നു. തൊട്ട് എന്റെ മൈക്കിന് തൊട്ട് താഴെയുള്ള ആള് അബൂ റബീഹ് ആരാണ്? അരിമ്പ്ര ഉസ്താദാണോ? ദാരിമി ഉസ്താദാണോ? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ? സോറി ഫോർ ലൈവ്. പൊന്മള ഉസ്താദ്, അവിടെ നെറ്റിന് പ്രോബ്ലം. നാട്ടിൽ നിന്ന് ബഹുമാന്യരായ പൊന്മള ഉസ്താദിന്റെയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ മറ്റ് എവിടുന്നായാലും ശരി, പൊന്മള ഉസ്താദിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നേതാക്കന്മാരായ ഉസ്താദന്മാരുടെയൊക്കെ പരിപാടികൾ നാട്ടിൽ നിന്നോ മറ്റെവിടെ നിന്നാണെങ്കിലും ശരി, ഇവിടെയുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നെയും കേൾക്കാൻ പറ്റുന്നതാണ്. ആ ക്ലാസിന്റെ ആളുകള്, ലൈവിന്റെ ആളുകള് റൈസാൻഡ് ചെയ്ത് മൈക്ക് മേടിക്കണമെന്ന് അറിയിക്കുന്നു. എടുക്കുന്ന ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ, അതെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ? അതെ അല്ലേ, ഞാനിപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞുള്ള കളിയുണ്ട്. വേറെ നാട്ടിലേക്ക് വിളിച്ചപ്പോഴേ ഒരു മിനിറ്റ് ഇട്ട ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അല്ല മോനോടല്ല, പിന്നെ ഞാനിവിടെ ക്ലാസ് റൂമിൽ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇപ്പോൾ വരും. ഫോൺ അറ്റൻഡ് ചെയ്യണേ, ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മഹത്തായിരിക്കുന്ന ക്ലാസ് നെറ്റ് പ്രോബ്ലമായി
വരാൻ സാധ്യതയില്ല എന്ന് കിഷേരി റിച്വൽ ശരിയാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ഉടനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുക. മറ്റ് ക്ലാസ്സുകളും ഉടനെ തന്നെ നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആഡ് ലിസ്റ്റിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ള സുഹൃത്തുക്കളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സിലെത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉസ്താദ് വന്നാൽ ശരി, ഫോൺ തീർന്നാൽ കൈ ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ സമയം തഫ്സീർ ഖുർആൻ ക്ലാസിൻ്റെ സമയമാണ്. ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദിനും ക്ലാസ് എടുക്കാവുന്നതാണ്. ആരാണെന്ന് വെച്ചാൽ മദനിസ്ഥാനിൽ കാണുന്നില്ല, നെറ്റ് പ്രോബ്ലം ആണെന്ന് അറിയിച്ചിരുന്നു. അതായത് വാടാനിപ്പള്ളി ഉസ്താദ് ഫോൺ കഴിഞ്ഞാൽ കൈ ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഉസ്താദ് ഫോണിന് വേണ്ടി വിട്ടപ്പോൾ എടുത്തതാണ്. മറ്റൊന്നും പറയാനുള്ളേക്കുന്ന സൗകര്യവും സാഹചര്യവും സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് എത്തിയ റേഡിയോ ശ്രോതാക്കൾ എന്താ വേണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മൈക്ക് എടുത്തത്. ഉസ്താദിന് ഫോൺ വന്നത് കൊണ്ടിട്ട്, നാട്ടിൽ നിന്ന് ഫോൺ വന്നത് കൊണ്ടിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഉടനെ തന്നെ വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സേവനവും ഈ പ്രവർത്തനവും എല്ലാം അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. പലരും പല പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തും കൊണ്ട് ക്ലാസ് റൂമിൽ നിന്ന് ദുആയിരുന്നാൽ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്യുന്നു. അതിൽപ്പെട്ടാണ് നേരത്തെ ജാറങ്കണ്ടി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സലാം CMR എന്ന വ്യക്തിയുടെ പിതാവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ വെള്ളിയൂർ എന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്കെല്ലാം അസുഖമാണെന്ന് അറിയിച്ചിരുന്നു. എല്ലാവരുടെയും അസുഖങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ ഖൈറ നിലയിൽ സലാമത്തും ഷിഫയും നൽകുമാറാവട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളി ഉസ്താദ് തയ്യാറായാൽ കൈ ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു. രോഗികളുടെ രോഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ നിലയിൽ ഷിഫയാക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട പല ആളുകളും നമ്മിൽ തന്നെ പലരും രോഗികളാണ്. എല്ലാവർക്കും അർഹമായിരിക്കുന്ന ഷിഫ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അനുയോജ്യമായിരിക്കുന്ന മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരുമാറാവട്ടെ. എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ നിലയിൽ സലാമത്തും ഷിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തന്നുകൊണ്ട് സലാമത്തിലാക്കുമാറാവട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. വലിയ മക്കളെ കെട്ടിച്ചതിന്റെ പേരിൽ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടതായിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ബന്ധുക്കൾ കുടുംബങ്ങളിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. ക്ലാസ് റൂമിന് സേവനം ചെയ്യുന്നവരിലുണ്ട്. എല്ലാവരുടെയും എല്ലാ കടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുമാറാവട്ടെ. കടത്തോടുകൂടെ മരിക്കേണ്ടായിരിക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്തിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറായാൽ കൈപൊക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മൈക്കിൽ തുടരുകയാണ്. ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കിഷേരി ഉസ്താദെങ്കിലും മൈക്കിൽ വരികയാണെങ്കിൽ റാഹത്തായിരുന്നു. ഉസ്താദിൻ്റെ പ്രശ്നം തീർന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വരണമെന്ന് അപേക്ഷിക്കുന്നു. മറ്റൊരു റെക്കോർഡോ മറ്റോ വെക്കാനുണ്ടായിരിക്കുന്ന ഒരു അവസരം അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പെറുക്കി പറയുന്നത്. വെറുക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഫൈസൽ അവേരത്തിനെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ആ ലൈവ് കൊടുക്കാൻ പറ്റാതായത്. അത് നമുക്കൊരു വലിയ നഷ്ടമാണ്. ബഹുമാനപ്പെട്ട പൽമൾ ഉസ്താദിൻ്റെ ത്വരീഖത്ത് എന്നെ സംബന്ധിച്ചുള്ളായിരിക്കുന്ന മഹത്തായിരിക്കുന്ന ക്ലാസ് വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടെ നാം കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് എത്താത്തതിൽ വിഷമമുണ്ട്. കിഷോർ ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കിഷോർ ഉസ്താദിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ലൈവ് അത് അവിടുത്തെ സാങ്കേതികപരമായ ചില തകരാറ് കാരണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ടാൽ നമ്മളിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമാപണം ചോദിക്കുന്നു. ഇതൊന്നും നമ്മൾ ഇതിന് അള്ളാഹുവിൻ്റെ തൗഫീഖും അതേസമയം തന്നെ ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ശരിയായി കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും
നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ട് ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്ക് ഉസ്താദിലേക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇനി ആമുഖങ്ങളിലേക്ക് കൂടുതൽ നീണ്ടുപോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് പണിയാ ചെയ്യുന്നത്? നമ്മളെ ഒരു ഇലക്ഷൻ ഉണ്ട്, ഖലീൽ എന്നിട്ട് വിളിച്ചിരുന്നു ഇപ്പോൾ ടെലിഫോണിൽ. കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ ഡ്യൂട്ടി ടൈം ആയിരിക്കും. അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കലാണ് സാധാരണ. ഇപ്പൊ UP സമയത്ത് എടുത്തില്ലെങ്കിൽ ചിലപ്പോ സംസാരം പിന്നെ എപ്പോഴേലൊക്കെ ആയിരിക്കും. അപ്പൊ അത് അത്യാവശ്യമുള്ള ഫോണായതുകൊണ്ട് എടുത്തതാണ്. ഏതായിരുന്നാലും നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. ഏതൊക്കെ നേരത്തെ കീശേരിയും കാവനൂർ ഉസ്താദൊക്കെ പറയുന്ന പോലെ പിന്നെ നമ്മുടെ നേതാക്കന്മാരുടെ ഉസ്താദുമാരുടെ ലൈവ് പരിപാടികൾ എവിടെ നിന്നുള്ളതാണെങ്കിലും അത് ഏറ്റവും മുൻഗണന നാം കൊടുക്കാറുണ്ട്. അതിന്റെ ആളുകൾ വരുമ്പോൾ കാര്യങ്ങൾ റെഡിയായാൽ റൈസാൻഡ് ചെയ്യുകയും മൈക്ക് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമുക്ക് അംറുൻ ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നല്ലതുകൊണ്ട് കൽപ്പിക്കുക, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തടയുക എന്ന വിഷയത്തിൽ നിന്നും ഒരുപാട് നാം ചർച്ച ചെയ്തു. അത് വേണ്ടതാണ് എന്ന് ഇതുവരേക്കും ചർച്ച ചെയ്തുകൊണ്ടൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. ഇനിയും ഈ കാര്യം ഒന്നുകൂടി ഊന്നി പറയുന്നു. അൽ ഹാദി അശ്റർ, 11ാമത് ഹദീസ് ഈ വിഷയത്തിൽ. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال أفضل الجهاد كلمة عدل عند سلطان جائر. رواه أبو داود والترمذي وقال حديث حسن. ഈ ഹദീസിൽ പറയുന്നത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. ഖാല, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് എല്ലാം ആരും വിട്ടു പോകണ്ട. അഫ്ളലുൽ ജിഹാദി, യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ യുദ്ധങ്ങളാണ്. പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മുഴുവനും അതെല്ലാം യുദ്ധമാണ്. എന്നാൽ ആ യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം കലിമത്തു അദിലിൻ, നേരായ സംസാരമാണ്, സത്യസന്ധമായ നിലക്കുള്ള സംസാരമാണ്. എവിടെ? ഇൻദ സുൽത്താനിൻ ജാഇരിൻ, അക്രമം ചെയ്യുന്ന സുൽത്താന്റെ അടുക്കൽ. അക്രമിയായ സുൽത്താന്റെ അടുക്കൽ, രാജാവിന്റെ അടുക്കൽ, ഭരണാധികാരികളുടെ അടുക്കൽ. ഭരണാധികാരി അക്രമിയാകുമ്പോൾ, അവൻ നീതിയിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ നീതിയുക്തമായ കാര്യങ്ങൾ പറയലാണ് എന്ത്? ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്. അപ്പോ അക്രമം എന്ന് പറഞ്ഞാൽ നീതിക്കെതിരായ പ്രവർത്തനങ്ങളാണ്. ഏതൊരു കാര്യവും നീതിയുക്തമാകുന്നതിന്, നീതിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിനാണ് അക്രമം എന്ന് പറയുന്നത്. ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നീതിയല്ലാത്ത ചെയ്യല് എന്നാ. നീതിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ദുൽമ് എന്ന് പറയും. അപ്പോ ആ വാലിമായ ദുൽമ് ചെയ്യുന്ന ഭരണാധികാരി അവനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ കൈവെക്കേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ അവൻ കൈവെക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് കേടുവരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ തെറ്റായി മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു ഒരു ഭരണാധികാരി. എങ്കിൽ ആ ഭരണാധികാരിയാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് അവിടെ മിണ്ടാതിരിക്കാനല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം ഇന്നതാണ് എന്ന് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യുദ്ധം. ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം അതാണ്. അഫ്ളലുൽ ജിഹാദി, യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വാളെടുക്കലല്ല, വാളെടുത്ത് വെട്ടലല്ല, മറ്റ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ കൊല്ലലല്ല. ഒരിക്കലും അതല്ല യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം അതൊക്കെ എന്ന് പറഞ്ഞാല്
ഏറ്റവും അവസാനം നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അതിന് പ്രത്യേക ഭരണാധികാരികൾ, ഇസ്ലാമിന്റെ ഭരണാധികാരികള് നിബന്ധനകളൊക്കെ ഒത്തുവരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും വാളുണ്ടാക്കലും ബോംബുണ്ടാക്കലുമാണ് അത് യുദ്ധം എന്ന് പറഞ്ഞാല് വാളുകൊണ്ടും ബോംബ് കൊണ്ടും മാത്രമുള്ള സംസാരങ്ങളാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സൃഷ്ടികളുടെ നേതാവ്, വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം സത്യം പറയലാണ്, നേരായ വർത്തമാനം പറയലാണ്, നീതിയുക്തമായ വർത്തമാനം ഏതാണോ അത് പറയലാണ്. എവിടെ? നീതിക്കെതിരിൽ പ്രവർത്തിക്കുമ്പോൾ. നീതിക്കെതിരിൽ ആര് നീങ്ങിയാലും അത് ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുക്തമായ കാര്യം പറഞ്ഞു കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം. ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം അതാണ്. അപ്പൊ അതിന് ജിഹാദിന്റെ പ്രതിഫലം കിട്ടും. എന്ന് പറയുമ്പോ പിന്നെന്താ നമുക്ക് വേണ്ടത്? അല്ലേ? അപ്പൊ നീതിയുക്തമായ കാര്യങ്ങൾ പറയണം. അംറുൽ മാറൂഫ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. അത് ചിലപ്പോൾ യുദ്ധം, ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധത്തിന്റെ പ്രതിഫലം വരെ കിട്ടുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. നല്ലതുകൊണ്ട് കൽപ്പിക്കൽ അത് യുദ്ധത്തിന്റെ പ്രതിഫലം വരെ കിട്ടുന്ന കാര്യമാണ് എന്നല്ലേ ഈ ഹദീസ് പഠിപ്പിച്ചത്. ഇനിയും അസ്സാനി അഷർ, 12ാമത് ഹദീസ് എന്ത് പറയുന്നു? അൻ അബി അബ്ദുല്ലാഹി താരിഖ് ഇബ്നു ശിഹാബിനിൽ ബിജ്ലിയിൽ അഹ്മസി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി താരിഖ് ഇബ്നു ശിഹാബുൽ ബിജ്ലി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് വദഅ റിജലഹു ഫിൽ ഗർസി അയ്യുൽ ജിഹാദി അഫ്ദൽ. അദ്ദേഹത്തിന്റെ കാല് ഒട്ടകത്തിന്റെ ചവിട്ടിക്കേറുന്ന ആ പടിയിൽ, കാലണയിൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിൽ യുദ്ധത്തിന് തയ്യാറായി, അഥവാ വാളെടുത്തുള്ള യുദ്ധത്തിന് തയ്യാറായിട്ട്, ഞാൻ എന്റെ ജീവൻ ഇസ്ലാമിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറാണ്, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ സമരം ചെയ്യാൻ തയ്യാറാണ് എന്ന നിലക്ക്, യുദ്ധത്തിന് ആ നിലക്കുള്ള ഒരു രക്തരൂക്ഷിതമായ യുദ്ധത്തിന് തന്നെ തയ്യാറെടുത്തുകൊണ്ട് ഒരാള് അന്നുണ്ടായിരുന്ന വാഹനമാകുന്ന ഒട്ടകം, ആ ഒട്ടകപ്പുറത്ത് ഇട്ടിരിക്കുന്ന കാല് വെക്കാൻ പാകത്തിന് വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. ആ സാധനത്തിനാണ് ഗർസ് എന്ന് പറയുന്നത്. ആ ഗർസിൽ കാല് വെച്ച് ഇനി അടുത്ത പരിപാടി മറ്റേ കാലും ഉയർത്തിയിട്ട് അതിന്റെ മുകളിൽ കയറി ഇരിക്കലാം. കയറി ചവിട്ടാൻ വേണ്ടിയിട്ട് കാല് വെക്കുന്ന സ്ഥലത്താണ് ഈ ഗർസ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാല് എടുത്തിട്ട് അവിടെ വെച്ചു, ഇനി മറ്റേ കാലം എടുത്ത് വെക്കേണ്ട താമസമുള്ളൂ എന്റെ മുകളിൽ കയറാൻ. അങ്ങനെ തയ്യാറായിട്ട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ അയ്യുൽ ജിഹാദി അഫ്ദലു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു യുദ്ധമാണ് ഏറ്റവും ശ്രേഷ്ഠം? ഞാൻ യുദ്ധം ചെയ്യുമ്പോ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? എങ്ങനെ യുദ്ധം ചെയ്യാണ് ശ്രേഷ്ഠമായ യുദ്ധം? അപ്പൊ ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ആരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാലും അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എന്റെ ജീവൻ ഇസ്ലാമിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, പല സ്ഥലത്തും ആത്മഹത്യാ സ്ഫോടനങ്ങള്, അല്ലെങ്കിൽ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നു, മനുഷ്യൻ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ അപായപ്പെടുത്തുന്നു. തീവ്രവാദികൾ പല സ്ഥലത്തും അങ്ങനെ ചെയ്യുന്നു. അപ്പൊ സ്വയം ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരാള് തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് എവിടെ പോകാനും പേടിയില്ല. അവനെവിടെ പോകാനും അവന് പേടിയില്ല. കാരണം എന്തുകൊണ്ട്? സ്വയം ജീവിതം നഷ്ടപ്പെടുത്തുന്നത് ആ പുണ്യമാണെന്ന് ധരിച്ചിരിക്കുകയും ആ പുണ്യം നേടാൻ വേണ്ടി 100% തയ്യാറാവുകയും ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് എവിടെ പോകണമെന്ന് പറഞ്ഞാലും, ഏത് പ്രതിസന്ധി തരണം ചെയ്യണമെന്ന് പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായിരിക്കും.
ആ ഒരു സ്ഥാനത്താണ് ഈ സ്വഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, ഏതാണ് ഞാൻ എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാണ്, എവിടെയാണ് ഞാൻ പോവേണ്ടത്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്, എന്ത് യുദ്ധമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ് ചോദിക്കുന്നത്? ഈ ഒട്ടകപ്പുറത്ത് കയറാനായി കാൽ വെച്ച് കയറാൻ പറ്റുന്ന ആവശ്യമായിട്ട് ഒട്ടകപ്പുറത്ത് വെച്ചിട്ടുള്ള ഒരു സാധനം, കാലണി എന്നൊക്കെ പറയും. ആ കാലണിയിൽ അദ്ദേഹം കാല് വെച്ചിരിക്കുന്നു. എന്നിട്ട് കാല് വെച്ച് കയറാൻ തയ്യാറായിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ ജിഹാദി അഫ്ളു, ഏത് യുദ്ധമാണ് ഏറ്റവും ശ്രേഷ്ഠം? അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ വേഗം ഇന്നടുത്ത് പോയിട്ട് അയാളോട് യുദ്ധം ചെയ്യുന്നല്ല പറഞ്ഞത്. കലിമത്തു ഹഖ്ഇൻ ഇൻദ സുൽത്താനിൻ ജാഇർ. ഭരണാധികാരി അതിര് വിട്ട് കിടക്കുമ്പോൾ, ഭരണാധികാരി നീതിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പരിശുദ്ധ ഇസ്ലാമിനെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ കാര്യം ഇന്നതാണ്, ശറഅ് അനുശാസിക്കുന്ന കാര്യം ഇന്നതാണ് എന്ന് നീതിയുക്തമായ കാര്യങ്ങൾ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ പറയാൻ തയ്യാറായാൽ ആ പറയുന്ന പറച്ചിലാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന യുദ്ധമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം സ്ഥാനമുണ്ട് നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നതിന്, എത്രമാത്രം സ്ഥാനമുണ്ട് തെറ്റായ കാര്യത്തിനെ വിമർശിക്കുന്നതിന്. തെറ്റായ കാര്യമാണ് ഒരു ഭരണാധികാരി ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അത് ഏതല്ല, ശരിയല്ല എന്ന കാര്യം ആ സുൽത്താനോട്, ആ ഭരണാധികാരിയോട് പറയാൻ തയ്യാറാവണം. ചില ഭരണാധികാരികൾ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. പ്രതിമകൾ ഉണ്ടാക്കി വെക്കും, അവരുടെ തന്നെ പ്രതിമകൾ. ഇത് തീർച്ചയായും ആ ഭരണാധികാരി അറിയാത്ത ചെയ്യുകയായിരിക്കും, ഒരു പക്ഷേ അല്ലെങ്കിൽ അറിഞ്ഞിട്ടാവട്ടെ. ഏതായിരുന്നാലും ശരി, ആ ഭരണാധികാരിയുടെ കീഴിലുള്ള ശൂറ പണ്ഡിതന്മാരുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുണ്ടാവും. ആ ഭരണാധികാരിയുമായി സംസാരിക്കാൻ സ്ഥാനമുള്ള അവസരങ്ങളുള്ള ആളുകളുണ്ടാവും. ഈ ആളുകൾ അത് ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. ഈ പ്രതിമ ഉണ്ടാക്കി വെക്കുന്നത് വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ളതാണ് എന്നൊരാൾക്ക് പറയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ യുദ്ധം. കാരണം ഭരണാധികാരിയുടെ പ്രവർത്തനം മറ്റുള്ള ആളുകളൊക്കെ മാതൃകയാക്കും. ഭരണാധികാരി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷോപ്പുകളിലും അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും, ഓരോ വീടുകളിലും അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും. അത് തെറ്റായ കാര്യമല്ല എന്ന് ധരിക്കും. അതിന് ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ല എന്ന് ധരിക്കും. അങ്ങനെ ആളുകൾ ആ തെറ്റായ കാര്യം ചെയ്യാൻ തുടങ്ങും. ഒരു ഭരണാധികാരി സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാൽ മുസ്ലിം ആയിരിക്കണം, പുരുഷനായിരിക്കുന്ന ഭരണാധികാരി ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ സാധിക്കണം. ഇങ്ങനെ ഇതിപ്പോ വലിയ ഭരണാധികാരികളാവുമ്പോൾ സ്വയം നാം ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്, നമ്മുടെയൊക്കെ യജമാനന്മാരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ വഹിക്കുന്ന നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ അടുത്ത് തെറ്റു വരുമ്പോഴും അവരോട് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് അഫ്ളൽ ജിഹാദ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യം നാം വിസ്മരിക്കാൻ പറ്റൂല. അപ്പൊ എത്രമാത്രം സ്ഥാനമുണ്ട് ഈ നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നതിനും ചീത്ത കൊണ്ട് വിരോധിക്കുന്നതിനും. ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധമാണ് അത് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റവാഹുൻ നസാഇ, ഈ ഹദീസ് ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം ഓതാനുണ്ടോ? ഇല്ല, ഇതല്ലേ ഓതാണ്ട്. كلمة حق عند سلطان جائر رواه النسائي بإسناد صحيح الغرز بغين معجمة مفتوحة غاء എന്ന് വായിക്കണം. പുള്ളിയുള്ള ഗൈനാണ്, പുള്ളില്ലാത്ത ആ എന്നല്ല വായിക്കേണ്ടത്, ഗൈന് വായിക്കണം. ثم راء ساكنة غر, റായിനക്ക് സുക്കൂനാണ്, സുക്കൂനുള്ള റായ് കൊണ്ട് വായിക്കണം. ഗർ എന്നാണ് വായിക്കേണ്ടത്, ഗറസ് എന്ന് വായിക്കേണ്ട, ഗർ എന്ന് വായിക്കണം, ഗർസിൻ എന്ന് വായിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇമാം നബവി തങ്ങൾ പ്രത്യേകിച്ചും എന്തെങ്കിലും தெரியாത്ത വാക്കുകൾ ഒക്കെ വിശദീകരിച്ചു തരും. റഹ്മത്തുള്ളാഹി അലൈഹി വസല്ലല്ലാഹു ബിഹി ദുനിയ വൽ ആഖിറ. ثم راء ساكنة ثم زاين غرز എന്നുണ്ട്. وهو ركاب كور الجمل, ഈ ഒട്ടകത്തിന്റെ പുറത്തിടുന്ന ആ വിരിപ്പിന്റെ കാല് വെക്കുന്ന കാലണിക്കാണ് ആ വിരിപ്പിന്റെ താഴ്ഭാഗത്ത് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തി വെക്കുന്ന ആ
പുറത്തിടുന്ന സാധനം, ആ സാധനത്തിന്റെ താഴെയിട്ട് ഞാണ്ട് കിടക്കുന്ന ആ സാധനം കാല് വെക്കാൻ ഉപയോഗിക്കുന്നത്, അതിനാണ് റിക്കാബ് എന്ന് പറയുന്നത്. അതാണ് എന്തുകൊണ്ട് ഇവിടെ ഉദ്ദേശം, ഖർസ് കൊണ്ട് ഉദ്ദേശം. അതിൽ കാലിൻ അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും കയറ്റി വെക്കും. അതിന് കാല് കയറ്റി വെക്കാൻ ആവശ്യമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട സാധനത്തിനാണ് ഖർസ് എന്ന് പറയുന്നത്. റിക്കാബു കൗരിൽ ജമലി, ഈ ഒട്ടകത്തിന്റെ പുറത്തിടുന്ന അതിന്റെ ജീനി, അതിന്റെ ആ ജീനിന്റെ പിന്നെ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്കും താഴ്ന്നു കിടക്കുന്ന കാലണി എന്ന് പറയുന്ന സാധനമാണത്. ഇതാക്കാനമിൻ ജിൽദിൻ ഔ മിൻ ഔ ഖശബിൻ, അത് തോല് കൊണ്ടുണ്ടാക്കും, സ്കിന്നുകൊണ്ടുണ്ടാക്കുന്നുണ്ടാകും, ഔ ഖശബിൻ അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കുന്നുണ്ടാകും. അങ്ങനെ തോല് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കുന്നതാകുമ്പോഴാണ് അതിന് ഖർസ് എന്ന പദം ഉപയോഗിക്കാറുള്ളത്. വഖീല, ഭാഷാപരമായി പറയപ്പെടുന്നുണ്ട്, ലാ യഖ്തസ്സു ബി ജിൽദിൻ വ ഖശബിൻ, ജിൽദ് ഖശബ് എന്നതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല. സ്കിന്ന് കൊണ്ടാകണമെന്നോ അല്ലെങ്കിൽ മരം കൊണ്ടാകണമെന്നോ അങ്ങനെയുള്ള പ്രത്യേകത ഒന്നുമില്ല. ഏത് സാധനം കൊണ്ടായിപ്പോ ലോഹം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ശരി, ആ കാല് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ ഖർസ് എന്ന് പറയും എന്നും പിന്നെ ഭാഷയെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഖർസ് എന്ന പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇമാം നബവി തങ്ങൾ വിശദീകരിച്ചത്. ഇനി പിന്നെ അടുത്ത ഹദീസ്, അസ്സാലിസ അശർ, 13ാമത് ഹദീസ്. ഈ വിഷയമായിട്ട് വളരെ ദീർഘമായി ഇമാം നബവി തങ്ങൾ അംറു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന വിഷയം ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ്, പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം സാധാരണയിലെ കാര്യം മനസ്സിലാക്കാൻ ഒരായത്തും ഒരു ഹദീസ്, ഒരായത്ത് മാത്രം ഉണ്ടായാൽ മതിയാകും, അല്ലെങ്കിൽ ഒരു ഹദീസ് മാത്രം ഉണ്ടായാൽ മതിയാകും. അതോടുകൂടെ തന്നെ കാര്യം മനസ്സിലായെങ്കിലും ശരി, ആ മനസ്സിലായതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ജീവിതത്തിൽ ഉടനീളം നമുക്കൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് ആരും ഒഴിവല്ല എന്ന് പഠിക്കാൻ വേണ്ടി, അത് ഹൃദയത്തിൽ നല്ലവണ്ണം ഉറക്കാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി ധാരാളം ഹദീസുകൾ വിഷയമായി ഇമാം നബവി തങ്ങൾ കൊണ്ടുവന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, قال رسول الله صلى الله عليه وسلم إن أول ما دخل النقص على بني إسرائيل أنه كان الرجل يلقي الرجل فيقول يلقى الرجل فيقول يا هذا اتق الله ودع ما تصنع فإنه لا يحل لك، ثم يلقاه من الغد وهو على حاله فلا يمنعه ذلك أن يكون أكيله وشريبه وقعيده. فلما فعلوا ذلك ضرب الله قلوب بعضهم ببعض ثم قال لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم إلى قوله ഫാസിഖൂൻ അൽ മാഇദ. സൂറത്തുൽ മാഇദയിലെ 78ാമത്തെ ആയത്ത് മുതൽ 81ാമത് ആയത്ത് വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയമായിട്ട് ഓതി. സുമ്മ ഖാല കല്ലാ വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ ولتأخذن على يد الظالم ولتأطرنه على الحق أطرا ولتقصرن على الحق قصرا أو ليضربن الله بقلوب بعضكم على بعض ثم ليلعننكم كما لعنهم رواه أبو داود والترمذي وقال حديث حسن. അല്പം നീളം കൂടിയ ഹദീസാണ്. ഹദീസിന്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തിരുന്നു. ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഇസ്രായേൽക്കാരിൽ ആദ്യമായി സംഭവിച്ചിട്ടുള്ള അപാകത,
ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതികളെ കൊണ്ട് പറയുന്നതാണ് ബനു ഇസ്രായേൽ എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതികള്, ആ സന്തതികളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരിൽ ആണ് മൂസ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാമും ഒക്കെ ഉണ്ടായത്. ഒരുപാട് നബിമാരും ബനു ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നബിമാരൊക്കെ പ്രബോധനം ചെയ്തപ്പോ ആ ബനു ഇസ്രായേലിലൊക്കെ എപ്പോഴും ആദ്യമായിട്ട് വരുന്ന അപാകത എന്താണെന്നറിയുമോ? അതാണ് വിശദീകരിക്കുന്നത്. അത് പറയുന്നു, ഇന്ന അവ്വലമാ ദഖല നഖ്സു അലാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ കൂട്ടത്തില് ബനു ഇസ്രായേലിന്റെ മേൽ കടന്നു വരുന്ന ഒന്നാമത് അപാകത, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഇന്ന അന്നഹു കാന റജുൽ യൽഖ റജുല, ഒരാളെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഫയഖൂലു, അപ്പോൾ ഈ കണ്ടുമുട്ടുമ്പോ ഒരാൾ മറ്റാളോട് പറയും, യാ ഹാദ ഇത്തഖില്ലാ വദഅ മാ തസ്ന, അല്ല മനുഷ്യ, നിങ്ങള് ഈ കാര്യങ്ങൾ ചെയ്യരുതിട്ടോ, സ്വർണ്ണമോതിരങ്ങൾ ഇടരുത്. ഞാൻ ഉദാഹരണത്തിന് സ്വർണ്ണമോതിരം പറയുന്നത് കേട്ടോ, ആരും ഇടണ. സ്വർണ്ണമോതിരം നിങ്ങൾ ഇടരുത്. എന്തുകൊണ്ട്? സ്വർണ്ണമോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താകും? സ്വർണ്ണമോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന അവ്വലമാദ എന്താണ് വദഅമാതസ്നാവ്, നീ ഈ ചെയ്യുന്ന കാര്യം ഉപേക്ഷിക്കണം. ഒരു ഉദാഹരണത്തിന് വേണ്ടി സ്വർണ്ണമോതിരം ഉണ്ടാക്കല്, അല്ലെങ്കിൽ അത് ധരിക്കുന്നത്, പുരുഷൻ ധരിക്കുന്നത് ഒഴിവാക്കണം, അല്ലെങ്കിൽ പ്രതിമയുണ്ടാക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളിങ്ങനെ പ്രതിമയുണ്ടാക്കിയിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കണം. പ്രതിമയുണ്ടാക്കി വിൽപ്പന നടത്തുന്നത് ഇസ്ലാമിച്ചാണ്. നിങ്ങൾ കത്ത് ചെയ്യുന്ന ഭരണം പറയുന്നത് നാം അത് നരകത്തിലേക്കുള്ള മാറുന്നതുമാണ് എന്നിങ്ങനെ കാണുമ്പോൾ പറയും. അങ്ങനെ പറയാറുണ്ട് ബനു ഇസ്രായേൽക്കാര്. അതാണ് ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ആള് തന്റെ സഹോദരനായിരിക്കുന്ന ഏതോ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോ, നേർക്ക് നേരെ സഹോദരനായിക്കൊള്ളുന്നില്ല, ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ എന്നർത്ഥത്തിന് ഇപ്പോൾ പറയും, ഞാനില്ല, ഓ മോനെ, അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണേ, വദഅമാ തസ്ന, ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയും. ഫഇന്നഹു ലാ യഹില്ലു ലക്, ഇത് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുള്ളതല്ല. ലാ യാദി, പിന്നെ നാളെയും കണ്ടുമുട്ടുന്ന അതേ കോണത്തിൽ തന്നെ കാണുമുട്ടുക. വഹുവ അലാ ഹാലിഹി, അവൻ ആ തെറ്റായ കാര്യത്തിന് ഉപേക്ഷിച്ചിട്ടുണ്ടാവൂല. അവന് നേരത്തെ പറഞ്ഞ പോലെ പലിശ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, പിന്നെ എനിക്ക് കണ്ടുമുട്ടുന്ന സമയത്തും. അതുപോലെ തന്നെ അവൻ തെറ്റായ കാര്യം ഏത് കാര്യമാണോ അവനോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിരുന്നത്, ആ ഉപേക്ഷിക്കാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തുറന്നു. അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നാളെ കണ്ടുമുട്ടിയപ്പോൾ ഭയം, നേരെ പറഞ്ഞ ആ കാര്യത്തിനെ അവൻ നിന്ന് തടയൂല. അപ്പോൾ അവനെ തടയുകയില്ല. ആ കാര്യം, ഏത് കാര്യം? ഇന്നലെ അവനോട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അവനോട് ഇന്നലെ അള്ളാഹു ഹലാലാക്കാത്ത കാര്യമാണത്, നിനക്ക് അനുവദനീയമാകാത്ത കാര്യമാണത്, നീ ഒഴിവാക്കണമെന്ന്, അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് ഇന്നലെ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവൻ എന്താക്കിയിട്ടില്ല, ആ കാര്യം ഉപേക്ഷിച്ചിട്ടില്ല. അതേ അവസ്ഥയിൽ നിന്നുള്ളത്. ഇന്നും അതേ അവസ്ഥയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് അവനെ തടയുന്നില്ല. അതാണ് ഫലാ യംനഉഹു. അപ്പോൾ ഈ കണ്ടുമുട്ടിയ, ഈ ആരോണ കണ്ടുമുട്ടുന്നത്, ഈ ഇന്നലെ തടഞ്ഞ, നന്മ കൊണ്ട് ഉപദേശിച്ച അല്ലെങ്കിൽ ചീത്ത കൊണ്ട് തടഞ്ഞ ഇവനെ തടയുന്നില്ല. ذلك, മറ്റവൻ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത് തടയുന്നില്ല. അയ്യക്കൂന അകീലഹു, അവന്റെ കൂടെ ഭക്ഷിക്കുന്നവനാകുന്ന തടയുന്നില്ല. വശരീബഹു, അവന്റെ കൂടെ കുടിക്കാനിരിക്കുന്നവനായിരിക്കുന്ന തടയുന്നില്ല. അവൻ കൂടെ ഇരിക്കുന്നവനായിരിക്കുന്ന തടയുന്നില്ല. ഫലമ്മാ ഫഅലൂ ذلك, അവനോട് വേണ്ടാന്ന് പറഞ്ഞിട്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, അള്ളാഹു വിരോധിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്താക്കിയില്ല. അവൻ ഇന്ന് കണ്ടുമുട്ടുമ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ്.
അതേ അവസ്ഥയിലാണെന്ന് കാണുമ്പോൾ പിന്നെ ഇന്നലെ പറഞ്ഞു കേൾക്കാത്തവനല്ലേ, അതുകൊണ്ട് ഇന്നും പറഞ്ഞില്ലെങ്കിലും ഏറ്റവും ചുരുക്കം എന്തെങ്കിലും ചെയ്യണം, അവനോട് പിന്നെ കൂടി പ്രവർത്തിക്കലിനെ ഒഴിവാക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അവനോട് കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയും അവനോട് കൂടെ കുടിക്കാൻ വേണ്ടിയും ഭക്ഷണം വെള്ളം കുടിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയും അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് അവനെ തടയുന്നില്ല. അപ്പോ അവനോടുകൂടെ ഈ വിഷയത്തിൽ അവൻ എന്തായി യോജിച്ച് പ്രവർത്തിക്കുന്നവനായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന അവസ്ഥ ആയി തീരുക എന്ന് പറയുന്നത് ഏതാണ്? അതീവ ഗുരുതരമായ തെറ്റാണ്. ഈ ഒരു തെറ്റാണ് ആദ്യമായിട്ട് ബനൂ ഇസ്രായേൽക്കാരിൽ ഉണ്ടായത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതാണ്? സുമ്മ ആല, പിന്നെ നബി അപ്പൊ ഇങ്ങനെ അവന്റെ കൂടെ ഇരിക്കലിനെ തടയുന്നില്ല. എന്ത് തടയുന്നില്ല? അവൻ നേരത്തെ ചെയ്തിരുന്ന തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തവനായിരിക്കുക എന്ന് പറയുന്നത് അവന്റെ കൂടെ ഇരിക്കലിനെയും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കലിനെയും ഇവിടെ തടയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലൊക്കെ അവൻ കൂടെണ്ടെന്ന് അർത്ഥം. അവനോട് കൂടെ ഭക്ഷണം കഴിക്കാൻ കൂടുന്നുണ്ട്, വെള്ളം കുടിക്കാൻ കൂടുന്നുണ്ട്, സരിച്ചാൻ കൂടുന്നുണ്ട്. അപ്പൊ തെറ്റായ കാര്യം ഉണർത്തിയതിന്റെ ശേഷം അത് അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ വർജിക്കേണ്ടതാണ്, അവനോട് കൂടെ ഇരിക്കാൻ പാടില്ലാത്തതാണ്, അവനോട് നല്ല നിലക്ക് അവനോട് അവനോട് സംസാരിച്ച് ഇരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പോ അനുസരണക്കേട് കാണിക്കുന്ന ആൾ തെറ്റായ കാര്യം വിമതതിന് ശേഷം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവനോട് എന്താക്കാൻ പാടില്ല? നല്ല രീതിയിൽ അവനോട് കൂടിയിരിക്കാൻ പാടില്ല. അങ്ങനെ കൂടിയിരിക്കലിനെ തടയാതിരിക്കുകയാണെങ്കിൽ അഥവാ അവനോട് കൂടിയിരിക്കുകയാണെങ്കിൽ അവനോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കാരണമായി ഇവനോട് ഇരിക്കുന്ന ഒരു സന്ദർഭം, ഒരു പ്രവർത്തനം അവർ ചെയ്തപ്പോൾ ബറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദിൻ, അവരുടെ ചിലരുടെ ഹൃദയങ്ങളെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തആല അടുപ്പിച്ചു. ഹൃദയങ്ങളെ മറ്റു ചിലരുടെ ഹൃദയങ്ങളെ കൊണ്ട് അടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരസ്പരം വൈരാഗ്യമുണ്ടായി. ഇവര് വലിയ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടും വലിയ ലോക്യം കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് എന്താക്കുന്നത്, ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് കൂടുന്നത്. തെറ്റായ കാര്യം കണ്ടതിന് ശേഷം അതിനെ വിമർശിക്കാതെ വീണ്ടും അതിനോടുകൂടെ അവന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അവന്റെ സ്നേഹം നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അങ്ങനെ അവർ ചെയ്തപ്പോൾ അല്ലാഹു തആല എന്താ ചെയ്യുന്നത്? ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദിൻ, അവരിൽ നിന്ന് ചിലരുടെ ഹൃദയത്തിന് മറ്റു ചിലരുടെ ഹൃദയം കൊണ്ട് അല്ലാഹു തആല അടിപ്പു. എന്താ അടി പറഞ്ഞാല് അവർക്ക് പരസ്പരം പൊരുത്തമുണ്ടാകണില്ല പ്രവർത്തനങ്ങള്. അഥവാ ബനൂ ഇസ്രായേൽക്കാരിൽ അതിന് വിശദീകരിക്കുന്നു. സുന്നത്തം അവരുടെ ഹൃദയം എന്താണെന്ന് അല്ലാഹു തആല അവരെ തെറ്റിപ്പിച്ചു. എങ്ങനെ തെറ്റിപ്പിച്ചു? അവർക്കെതിരെ മറ്റു ചിലർ പ്രവർത്തിക്കാൻ തുടങ്ങി. അവരിൽപ്പെട്ട ചിലർ അവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നർത്ഥം. അവരിൽപ്പെട്ട ചിലർ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ തെളിവായിട്ട് തന്നെ പറയുന്നു, ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ. ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ആള് തന്നെയാണ് ആര്യ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമും ദാവൂദ് നബി അലൈഹി സ്വലാമും അവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു, അഥവാ അവർക്ക് എതിരായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അതാണ് ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദിൻ. അപ്പൊ അവർക്കെതിരായിട്ട് ദുആ ചെയ്യേണ്ടത് ഗതികേടിലേക്ക് അവർ എത്തിച്ചേരാൻ കാരണം എന്താണ്? തെറ്റായ കാര്യത്തിനെ വിമർശിക്കാതിരുന്നതാണ്. ഒരിക്കൽ വിമർശിച്ചിട്ട് പിന്നീട് തെറ്റായ കാര്യം ആവർത്തിച്ച് കണ്ടപ്പോ ഇന്നലെ വിമർശിച്ചിട്ട് പിന്നെ ആവർത്തിച്ചിട്ടുള്ളതല്ല, ഇനി ഞാനവനെ വിമർശിക്കൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനോട് കൂടെ കൂടിയിരിക്കാനും അവനോടുകൂടെ യോജിച്ച് പ്രവർത്തിക്കാനും തയ്യാറായി. അങ്ങനെ തയ്യാറായി അല്ലാഹു തആല ശിക്ഷ ഇറക്കാൻ കാരണമായിട്ടുള്ളത്. അതാണ് ലുഅനല്ലദീന കഫറൂ,
അള്ളാഹു നിഷേധിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർ ദൂരത്തായിരിക്കുന്നു. അവർക്ക് ലാനത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർ വിദൂരയായിരിക്കുന്നു. മിൻ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളിൽ നിന്നും അള്ളാഹുവിനെ നിഷേധിച്ചതായിരിക്കുന്ന ആളുകൾക്ക് റഹ്മത്ത് വിദൂരമായിരിക്കുന്നു. കാരണം എന്താ? അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ദുആ കാരണമായിട്ട്. അലാ ലിസാനി ദാവൂദ എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നാക്കിന്മേലായിട്ട് എന്ന് പറഞ്ഞ നാക്കാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവർക്കെതിരായിട്ട് ദുആ ചെയ്തു. അവർ നന്മ കൊണ്ട് കൽപ്പിക്കാതെ തിന്മ കൊണ്ട് തിന്മയെ വർദ്ധിക്കാതെയും നന്മ ചെയ്യുന്ന ആളോട് തിന്മ ചെയ്യുന്ന ആളുകളോട് കൂടെ ഇരുന്നുകൊണ്ടും അവരോട് കൂടെ യോജിച്ചുകൊണ്ടും പ്രവർത്തിച്ചപ്പോ അവർക്കെതിരായി ആര് ദുആ ചെയ്തു? ദാവൂദ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ഇബ്നു അബ്ബാസിൻ ലുഅനു, ഈ ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തില് കൂടെ ഇരുന്ന ആളുകളോട് അവരെ ലാനത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അഥവാ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അവർ അകറ്റപ്പെട്ടു, അഥവാ അള്ളാഹു തആല ശിക്ഷിച്ചു. കാരണം ബികുല്ലി ലിസാനിൻ അലാ അഹ്ദി മൂസ ഫി തൗറാത്തി വഅലാ അഹ്ദി ദാവൂദ ഫി സബൂരി വഅലാ അഹ്ദി ഈസ ഫിൽ ഇൻജീൽ. കേട്ടോ? അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്തിലൂടെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സബൂറിലൂടെയും ഇൻജീലിലൂടെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂറിലൂടെയും ഈ ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകുന്ന فيجوز أن يكون الفاعل غيره تعالى كالأنبياء والمراد باللسان. അപ്പോൾ لعن الذين كفروا, കാഫിരീങ്ങൾ ലഅനത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ആരാവാം? ആരാണ് ലഅനത്ത് ചെയ്തത് പറഞ്ഞില്ല, ലഅനത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് അകന്നു പോയിട്ടുണ്ട്. ആരുടെ വാക്കിനാലാണെന്ന് പറഞ്ഞു? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളാണ്. അതിന് ഹദീസിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ തെറ്റായ കാര്യം വിമർശിക്കുമ്പോ പേരിനൊന്ന് വിമർശിച്ച് പിന്നെ അവരോട് കൂടിയിരിക്കാൻ പറ്റൂല. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞേക്കണം, അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞതാണ് എന്ന് പറയുകയും പിന്നെ അവന്റെ കയ്യും പിടിച്ച് അവന്റെ തോളിലും കൈയിട്ട് കൊണ്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യാം. ഇന്നലെ പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടില്ല, എന്നാ പിന്നെ നീ അവന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അവന്റെ ചാവടിക്കാൻ വേണ്ടി അവന്റെ കൂടെ പോകാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ നിന്റെ ചായ പെട്ടാൻ പറ്റും, ഒക്കെ പെട്ടു, എല്ലാം ഉൾപ്പെട്ടു. അപ്പൊ തെറ്റായ കാര്യം വിമർശിക്കുന്നത് ഒരു ചടങ്ങായി മാറിയാൽ പോരാ, ആ തെറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ ആവണം. കേവലം ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ കാര്യം തടയലാണ് കൂടി വന്നാൽ നമ്മളൊക്കെ ചെയ്യുന്നത്. അത് ഒരിക്കലും പോരാ. തെറ്റായ കാര്യം ഇല്ലാതെയാവുന്നതുവരേക്കും പ്രവർത്തനം തുടരണം. കേവലം ഒരു സമരം കൊണ്ട് മാത്രം കഴിയുന്നതാണെന്ന് വരില്ല. ഒന്നിലധികം സമരങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കേട്ടോ? ഫോൺ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. ചെറുപ്പുസ്തക മൈക്കിലേക്കൊന്നുമല്ല, ഞാൻ റൈസാലി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പുസ്തക മൈക്കിലേക്ക് വന്നത് അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉസ്താദിനോട് കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെ കാര്യത്തിലും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.